പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തെന്ന പരാതിയിൽ നടപടിയുമായി അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ ഉത്തരവിട്ടു. തുവയൂർ സ്വദേശികൾ നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാർഡ് സ്ഥാനമൊക്കെ തുലാസിലാവില്ലേ? കാശ്മീർ ഇപ്പോൾ അങ്ങനൊരു പരാതിയും ആരോപണവും ഒക്കെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസിന്റെ പ്രവർത്തകയുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ വ്യാജമായിട്ടാണ് പേര് ചേർത്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ പരാതി വന്നതിന് പിന്നാലെ തന്നെ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ഈ റേഷൻ കാർഡിൽ നിന്ന് വെട്ടാനും അതുപോലെ തന്നെ ആ റേഷൻ കാർഡിലെ ഉടമസ്ഥർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലാത്തത് കൊണ്ടും അങ്ങനൊരു വിലാസമില്ലാത്തതിനാലും ആ റേഷൻ കാർഡ് റദ്ദ് ചെയ്യാനുള്ള ഉത്തരവ് നിലവിൽ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിച്ചത് ഈ പറയുന്നത് പോലെ റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്ത് വോട്ടേഴ്സ് ID ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന കാര്യം. അതിന്മേലാണ് ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടിയെടുത്തിരിക്കുന്നത്. പക്ഷേ 2021 കൊല്ലം പോരൂർ സ്വദേശിയായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ തുവയൂരിലേക്ക് മാറി തുവയൂരിലുണ്ടായിരുന്ന ശാരദ S. പിള്ള എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ റേഷൻ കാർഡിൽ അഡ്രസ്സിലേക്കാണ് തൻ്റെ പേര് ചേർത്തത്. ഈ പറയുന്ന ശാരദ S. പിള്ള എന്ന് പറയുന്ന വീട്ടമ്മയുടെ ഭർത്തൃ സഹോദരിയുടെ മകളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ റേഷൻ കാർഡിലേക്ക് പേര് ചേർക്കുകയായിരുന്നു. അങ്ങനെയാണ് തുവയൂർ അഡ്രസ്സിലുള്ള റേഷൻ കാർഡിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വന്നത്. പക്ഷേ അത് ഇപ്പോൾ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഡ്രസ്സിലുണ്ടായിരുന്ന മക്കളുടെ ഈ പറയുന്ന SIR-മായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പേര് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ആ ലിസ്റ്റിലുണ്ട്, അപ്പോൾ നിങ്ങളുടെയും സഹോദരിമാരുടെയും വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സഹോദരിമാരില്ല, ഒരു സഹോദരി മാത്രമേ ഉള്ളൂ, അതങ്ങനെയല്ലല്ലോ എന്ന് അവിടെ വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ്. അപ്പോൾ അത് ഇലക്ഷൻ ഫ്രോഡിന്റെ ഗണത്തിലേക്ക് വരുമോ എന്ന കാര്യം തട്ടിപ്പാണത്. അങ്ങനെയാണെങ്കിൽ അത് ഇലക്ഷൻ ഫ്രോഡിന്റെ ഗണത്തിലേക്ക് വരുമോ, അപ്പോൾ അതിൽ വാർഡ് മെമ്പർ സ്ഥാനമൊക്കെ പോവോ എന്ന കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.